ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാൻ നാരായണനിൽ അർപ്പിക്കുന്നു. സർവർക്കും മംഗളം ഭവിക്കണമേ, എല്ലാവർക്കും ശാന്തി സമാധാനവും എല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 36 പരശുരാമ ചരിതമാണ് നമ്മൾ വായിക്കുന്നത്. രാമനായിട്ട് വന്നെങ്കിലും പരശു എന്ന് ആ പരശു ആയുധമായതുകൊണ്ടാണ് പരശുരാമൻ എന്ന് പേര് വന്നത്. നമുക്ക് 3-ാമത്തെ ശ്ലോകമാണ് വായിക്കേണ്ടത്. 2-ാം ശ്ലോകത്തിൽ ജമദഗ്നി മഹർഷിക്കും രേണുകാദേവിയിലും 4 പുത്രന്മാരുണ്ടായതിൽ 4-ാമത്തെ പുത്രനായി ജനിച്ചതാണ് ഭഗവാൻ നാരായണൻ ഈ പരശുരാമനായിട്ട് വന്നേക്കുന്നത്. അതിന് 1-ാം ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? അത്രി മഹർഷിക്കും അനസൂയാദേവിക്കും ദത്താത്രേയൻ എന്ന ഈ ഭഗവാൻ നാരായണൻ തന്നെയാണ് ദത്താത്രേയനായിട്ട് വന്നത്. അത് ഹേഹയ നൃപനായ കാർത്തവീര്യാർജുനന് 8 ഐശ്വര്യ സിദ്ധികളെല്ലാം നൽകി എല്ലാ വരങ്ങളും കൊടുത്ത് പറഞ്ഞു, അന്ത്യകാലത്ത് അതായത് കാർത്തവീര്യ അർജുനൻ്റെ അവസാന സമയത്ത് ഭഗവാൻ തന്നെ വധിച്ചു കൊള്ളും എന്ന് വരവും കൊടുത്തു. നമുക്ക് ഇപ്പം അതിനുശേഷം ഇവിടെ എന്താണ്, രേണുകാദേവിയിലും ജമദഗ്നി മഹർഷിയിലും ഇവിടെ പരശുരാമനായിട്ട് അവതരിച്ചു. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് 3-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 3. ലബ്ധ്വാമ്നായ ഗണചതുർദശവയാ ഗന്ധർവരാജേ മനാഗ് ആസക്താം കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാ താതാജ്ഞാദികസോദരൈ സമം ഇമാം ചിത്വാധ ശാന്താൽപിതു തേഷാം ജീവനയോഗം ആപിധ വരം മാതാ ച തേദാൽ വരാൻ. ലബ്ധ്വാമ്നായ ഗണചതുർദശവയാ ഗന്ധർവരാജേ മനാഗ് ആസക്താം കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാ താതാജ്ഞാദിക സോദരൈ സമം ഇമാം ചിത്വാധ ശാന്താൽപിതു തേഷാം ജീവനയോഗം ആപിധ വരം മാതാ ച തേദാൽ വരാൻ. ഒന്നും കൂടെ വായിക്കാം. ലബ്ധ്വാമ്നായ ഗണ ചതുർദശവയാ ഗന്ധർവരാജേ മനാഗ് ആസക്താങ്കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാ താതാ ആജ്ഞാദിക സോദരൈ സമ ഇമാം ചിത്വാധ ശാന്താൽപിതു തേഷാം ജീവനയോഗം ആപിധ വരം മാതാ ച തേദാൽ വരാൻ. ഈ ശ്ലോകത്തിൽ പരശുരാമൻ കൗമാരപ്രായത്തിൽ ഭഗവാൻ പരശുരാമൻ ചെയ്ത ഒരു അത്ഭുത കൃത്യമാണ് പറയുന്നത്. അതായത് പരശുരാമൻ വേദാദി അധ്യയനമെല്ലാം തീർത്ത് 14 വയസ്സായപ്പോഴേക്കും എല്ലാം പഠിച്ചു കഴിഞ്ഞു. 14 വയസ്സായപ്പോൾ പരശുരാമൻ അതായത് വേദാദി അധ്യയനമെല്ലാം പഠിച്ചു കഴിഞ്ഞു. അക്കാലത്ത് ഒരു ദിവസം രാമമാതാവായ അതായത് പരശുരാമൻ്റെ മാതാവായ രേണുകാദേവി ജലം കൊണ്ടുവരുന്നതിനായി ഗംഗയിലേക്ക് പോയി, ഗംഗാനദിയിലേക്ക് പോയി. എന്തിനാ? ജലം കൊണ്ടുവരാൻ. പണ്ടൊക്കെ ഇങ്ങനെയാ, ഈ മഹർഷിമാരൊക്കെ നദീതീരത്താണല്ലോ ആശ്രമം കെട്ടി കഴിയുന്ന. അവർ ജലത്തിന് വേണ്ടി ഈ നദികളിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. അങ്ങനെ പരശുരാമൻ്റെ മാതാവായ രേണുകാദേവി ജലം കൊണ്ടുവരുന്നതിന് വേണ്ടി, അത് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഗംഗാനദിയിലേക്ക് പോയി. ആ സമയം ഗന്ധർവ രാജാവായ ചിത്രരഥൻ അപ്സര സ്ത്രീകളോടൊത്ത് ജലക്രീഡയിൽ ആമഗ്നനായിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ രേണുകാദേവി വെള്ളം എടുക്കാൻ പോയപ്പോൾ ഈ ചിത്രരഥൻ എന്നൊരു ഗന്ധർവ രാജാവായ അദ്ദേഹം അപ്സര സ്ത്രീകളോടൊത്ത്, അവിടുത്തെ ദേവസ്ത്രീകളോടൊത്ത് ജലക്രീഡയിൽ നദിയിലിങ്ങനെ ജലക്രീഡയിൽ ആമഗ്നനായിരിക്കുകയായിരുന്നു. അവരിങ്ങനെ സന്തോഷമായിട്ട് ജലക്രീഡകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് രേണുകാദേവി വെള്ളം എടുക്കാൻ നദിയിലേക്ക് ചെന്നത്. അപ്പോൾ രേണുക ആ ചിത്രരഥനെ അല്പനിമിഷം നോക്കി നിന്നുപോയി. ഗന്ധർവന്മാരല്ലേ, അവരിങ്ങനെ ജലക്രീഡകൾ ചെയ്തുകൊണ്ട് ദേവസ്ത്രീകളുമായിട്ട്, അത് അപ്സര സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ജലക്രീഡ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ രേണുകാദേവി വെള്ളം എടുത്തുകൊണ്ട് അല്പം സമയം ഒന്ന് അവരെ നോക്കി നിന്നുപോയി ഈ ചിത്രരഥനെ.
അതിനാൽ അല്പം വൈകിയാണ് ആശ്രമത്തിലെത്തിയത്. അതറിഞ്ഞ ജമദഗ്നി കോപാവേശനായി. എന്നുവെച്ചാൽ ജമദഗ്നി മഹർഷിക്ക് ദേഷ്യം വന്നു, കോപാവേശനായി. മാതാവിനെ വധിക്കാൻ പുത്രന്മാരോട് ആജ്ഞാപിച്ചു. 4 മക്കളുണ്ടല്ലോ. അപ്പോൾ ഈ പുത്രന്മാരോടെല്ലാം ഓരോരുത്തരായി വിളിച്ചു പറഞ്ഞു, മാതാവിനെ വധിക്കുക. എന്താ കാരണം? ആശ്രമത്തിലെത്താൻ അല്പം വൈകി. ഈ ചിത്രരഥനായ ഗന്ധർവനെ നോക്കി ഇങ്ങനെ നിന്നത്തെ സമയം കൊണ്ട് ഇദ്ദേഹത്തിന് ദേഷ്യം, ആവേശനായി. കോപം കൊണ്ടങ്ങ് അത്രമാത്രം ആവേശമായി പോയി. അപ്പോൾ പറയുന്നു, മാതാവിനെ വധിക്കാൻ ഈ പുത്രന്മാരോട് ആജ്ഞാപിച്ചു. രാമനൊഴികെ, അതായത് ഈ പരശുരാമനൊഴികെ ആരും തന്നെ അതിന് തയ്യാറായില്ല. മറ്റു മക്കൾക്കൊന്നും കാരണം പിതാവിൻ്റെ വാക്ക് പാലിക്കുന്നവനാണ് ഉത്തമൻ. അതുകൊണ്ട് ഇവിടെ മറ്റുള്ള മക്കളൊന്നും അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടോ എന്തോ പിതാവിൻ്റെ വാക്കിന് മാനിച്ചില്ല. അപ്പോൾ തയ്യാറായില്ല. ഒടുവിൽ പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കാത്ത ജ്യേഷ്ഠന്മാരോടൊപ്പം, അതായത് മൂത്ത മക്കളാണ് ഈ പരശുരാമൻ്റെ സഹോദരങ്ങളെല്ലാം പരശുരാമൻ്റെ മൂത്തവരാണ്. ഏറ്റവും ഇളയതാണ് പരശുരാമൻ. അപ്പോൾ മൂത്ത ഈ പുത്രന്മാർ ഒന്നും അത് ചെവിക്കൊണ്ടില്ല, പിതാവ് പറഞ്ഞ് കേട്ടില്ല. അപ്പോൾ രാമനൊഴികെ ആരും തന്നെ തയ്യാറാവാത്തതുകൊണ്ട് ഒടുവിൽ പിതാവ് ആജ്ഞാപിച്ചു. അനുസരിക്കാത്ത ജ്യേഷ്ഠന്മാരോടൊപ്പം മാതൃവധത്തിന് രാമനോട് ആജ്ഞാപിച്ചു. ഇളയ കുട്ടിയായ ഈ പരശുരാമനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞിട്ട് കേൾക്കാത്തത് അധമന്മാരാണല്ലോ. അതുകൊണ്ട് ജ്യേഷ്ഠന്മാരെ കൂടെ അമ്മയെ കൂടെ ചേർത്ത് വധിക്കാൻ പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠന്മാരെയും വധിക്കണം, അമ്മയെയും വധിക്കണം. ആരോട് പറഞ്ഞു? പരശുരാമനോട് പറഞ്ഞു. രാമൻ ഉടൻ തന്നെ പിതൃ ആജ്ഞ മാനിച്ച് അമ്മയുടെയും ജ്യേഷ്ഠന്മാരുടെയും കഴുത്തറുത്തു. അപ്പോൾ 3 ജ്യേഷ്ഠന്മാരുടെയും അമ്മയുടെയും കൂടെ ചേർത്ത് തന്നെ അവരെ 4നെയും കൂടെ കഴുത്തറുത്തു. തൻ്റെ കൽപ്പന ശിരസാ വഹിച്ച രാമനിൽ പ്രീതി പൂണ്ട അച്ഛൻ കോപം ശമിച്ച് എന്തു വരം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ കൽപ്പന അതേപടി പ്രവർത്തിച്ചു ആരാ? ഈ പരശുരാമൻ. അതുകൊണ്ട് പിതാവിൻ്റെ കോപമൊക്കെ അങ്ങ് പോയിട്ട് തന്തയുടെ, അതായത് പിതാവിൻ്റെ ആജ്ഞ പാലിച്ചല്ലോ ഈ മകൻ. അതുകൊണ്ട് പ്രീതി പൂണ്ട് രാമനോട്. അങ്ങനെ അച്ഛൻ്റെ കോപമൊക്കെ പോയിട്ട് നിനക്ക് എന്ത് വരമാ വേണ്ടതെന്ന് ഈ പരശുരാമനോട് പിതാവ് ചോദിച്ചു. അപ്പോൾ രാമൻ വരം വരിച്ചു. എന്താ? മരിച്ച ജനങ്ങൾ ഉടൻ തന്നെ ജീവിച്ച് എഴുന്നേൽക്കണം. അതാണ് പരശുരാമൻ ചോദിച്ച വരം. ഈ മരിച്ച 3 ജ്യേഷ്ഠന്മാരും അമ്മയും ഉടൻ തന്നെ ജീവിച്ച് എഴുന്നേൽക്കണം. വധിച്ച വാർത്ത ആർക്കും തോന്നുകയുമരുത്. ഈ 3 പേർക്കും അമ്മയ്ക്കൊന്നും വധിച്ചു എന്നുള്ള ഒരു ഓർമ്മ അവർക്ക് ആർക്കും തോന്നുകയരുത്. അങ്ങനെ ഉണ്ടെന്ന് പോലും അറിയേ ചെയ്യരുത്. അവർ ഉറങ്ങി എണീക്കുന്നത് പോലെ അവർ അങ്ങനെ വരണം. അവർ മരിച്ചതാണെന്ന് അവർ അറിയരുത്. പിതാവ് വരം നൽകി. അങ്ങനെ അമ്മയും മക്കളും ജീവിച്ചെഴുന്നേറ്റു. സന്തുഷ്ടയായ അമ്മയും രാമന് ഇഷ്ടവരങ്ങൾ നൽകി. ആ അമ്മ അപ്പോൾ ഈ മകൻ ഇങ്ങനെ കാരണം പിതാവിൻ്റെ വാക്ക് പാലിക്കുന്നതാണ് ഇതിനേക്കാൾ, ഈ അമ്മയെ വധിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം പിതാവിൻ്റെ ആജ്ഞ പാലിക്കുക എന്നതാണ്. അപ്പോഴെന്ത് വന്നു? ആ പിതാവിന് അത്രമാത്രം സന്തോഷം ആ മകനോടുണ്ടായി. എന്ത് വരമാണ് നിനക്ക് വേണ്ടുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ മരിച്ചവരെല്ലാം ആരും അറിയരുത് ഇങ്ങനെ ഒരു 3-4 പേരും മരിച്ചു എന്ന്. അങ്ങനെ അറിയാതെ വണ്ണം തന്നെ ആർക്കും തോന്നരുത്. അങ്ങനെ തന്നെ അവർ ജീവിച്ചെഴുന്നേൽക്കണം. അപ്പോൾ അതുപോലെ തന്നെ ആ പിതാവ് വരവും നൽകി. അങ്ങനെ ആകട്ടെ എന്ന്. അങ്ങനെ അമ്മയും മക്കളും ജീവിച്ചെഴുന്നേറ്റ് സന്തുഷ്ടയായ അമ്മ രാമന് ഇഷ്ടവരങ്ങൾ നൽകി. അതാണ് ഈ ശ്ലോകത്തിലുള്ളത്. നമുക്കിനി 4ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 4. പിത്രാ മാതൃമുദേ സ്തവാഹൃതവിയൽ ധേനോർനിജാൽ ആശ്രമാൽ പ്രസ്ഥായാഥ ഭൃഗോർഗിരാഹിമഗിരോ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തൽപരശും തദുക്തധനുജച്ഛേദീ മഹാ അസ്ത്രാധികം പ്രാപ്തോ മിത്രം അഥാകൃതവ്രണമുനീം പ്രാപ്യാഗമ സ്വാശ്രമം. പിത്രാ മാതൃമുദേ സ്തവാഹൃതവിയൽ ധേനോർനിജാൽ ആശ്രമാൽ പ്രസ്ഥായാഥ ഭൃഗോർഗിരാ ഹിമഗിരോ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തൽപരശും തദുക്തധനുജച്ഛേദീ മഹാസ്ത്രാധികം പ്രാപ്തോ മിത്രം അഥാകൃതവ്രണമുനീം പ്രാപ്യാഗമ സ്വാശ്രമം.
ഈ ശ്ലോകത്തിൽ അങ്ങനെ അമ്മ ഇഷ്ടവരങ്ങളൊക്കെ നൽകി. അങ്ങനെ അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി അച്ഛൻ, അതായത് പിതാവ് സ്തുതിച്ചു വരുത്തിയ, അതായത് പ്രാർത്ഥിച്ചു കിട്ടിയ കാമധേനു ഉള്ള തൻ്റെ ആശ്രമത്തിൽ നിന്ന്, അത് എന്തും അവിടെ ഈ കാമധേനു എന്നുള്ള പശുവിനെ ഈ പിതാവ് എങ്ങനെയാ സ്തുതിച്ച് പ്രാർത്ഥിച്ച് സിദ്ധിയായിട്ട് കിട്ടിയതാണ് ഈ പശുവിനെ, കാമധേനു. അതിനെ തൻ്റെ ആശ്രമത്തിൽ നിന്ന് ഭൃഗു മഹർഷിയുടെ ഉപദേശപ്രകാരം, അപ്പോൾ ഈ കാമധേനു ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും വീട്ടിൽ ഇങ്ങനെ ഒരു എന്ത് വേണമെന്ന് വിചാരിച്ചാലും ഈ പശു അവിടെ നൽകും. അങ്ങനെ അദ്ദേഹം, ഈ പിതാവ് പ്രാർത്ഥിച്ച് കിട്ടിയ കാമധേനുവാണ്. ആ കാമധേനു ഉള്ള തൻ്റെ ആശ്രമത്തിൽ നിന്ന് ഭൃഗു മഹർഷിയുടെ ഉപദേശപ്രകാരം ഹിമാലയത്തിലേക്ക് പോയി. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പശുവൊക്കെ അവിടെ ഉണ്ടായിട്ടും ഭൃഗു മഹർഷി, ശുക്രാചാര്യരാണ് ഭൃഗു മഹർഷി, അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ഹിമാലയത്തിലേക്ക് പോയി. അവിടെ കൈലാസത്തിൽ പാർവതീ വല്ലഭനായ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്തു ആരാധിച്ച് പ്രീതിപ്പെടുത്തി. അപ്പോൾ കൈലാസത്തിൽ പോയി പരശുരാമൻ പാർവതീ വല്ലഭനായ, അത് ശ്രീ പരമേശ്വരനെ തപസ് ചെയ്തു. പാർവതിയുടെ വല്ലഭൻ വെച്ച ഭർത്താവ്, പാർവതിയുടെ ഭർത്താവായ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്തു ആരാധിച്ച് പ്രീതിപ്പെടുത്തി. എന്ത് കിട്ടി? ഭഗവാനിൽ നിന്ന്, പരമശിവനിൽ നിന്ന്, അദ്ദേഹത്തിൽ നിന്ന് വെൺമഴു സമ്പാദിച്ചു. അദ്ദേഹം പറഞ്ഞ അസുരന്മാരെ നിഗ്രഹിച്ച് ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിച്ചു. അപ്പോൾ ഇങ്ങനെ വെൺമഴൊക്കെ സമ്പാദിച്ചിട്ട് ഭഗവാൻ ശ്രീ പരമേശ്വരൻ പറഞ്ഞ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചിട്ട് ദിവ്യ അസ്ത്രങ്ങൾ സമ്പാദിച്ചു. പിന്നെ അകൃതവ്രണൻ എന്ന മുനിയെ മിത്രമാക്കി. ഒരു അകൃതവ്രണൻ എന്ന ഒരു മുനിയെ ഒരു സ്നേഹിതൻ, കൂട്ടുകാരൻ, മിത്രമാക്കി സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങി പരശുരാമൻ. അപ്പോൾ ഈ അമ്മ കൊടുത്ത വരങ്ങളും എല്ലാം കൊണ്ടും അദ്ദേഹം ഇത്രയെല്ലാം സുഖസൗകര്യങ്ങളായ കാമധേനുള്ള ആശ്രമത്തിൽ നിന്നെല്ലാം ഭൃഗു മഹർഷിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം ഹിമാലയത്തിൽ പോയി തപസ് ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ട് ഭഗവാൻ കൊടുത്ത വെൺമഴു സമ്പാദിച്ചു. പിന്നെ ദിവ്യ അസ്ത്രങ്ങൾ സമ്പാദിച്ചു. അകൃതവ്രണൻ എന്നൊരു മുനിയെ മിത്രവുമാക്കി സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങിയതാണ് ഈ 4-ാം ശ്ലോകത്തിലുള്ളത്. നമുക്കിനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.